ഹലോ, ഞങ്ങളപ്പോൾ ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോവുകയാണ്. ഇത്തവണ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ തക്കടും കൂടെ ഉണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നാണ് പൊങ്കാലയ്ക്ക് പോകുന്നത്. തക്കടു ശ്രേയയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങൾ രാവിലെ പുറപ്പെട്ടു, 5:30 അവിടെ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ ഒരു ചായക്കടയിൽ ചായ കുടിക്കാൻ കയറിയതാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് മുന്നോട്ട് പോയിട്ടൊരു ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. ഞാൻ, ശ്രദ്ധ, ശ്രേയ, തക്കടു, അനിത, ഇത്രയും പേരുണ്ട്. ഞാനിത് ഇവിടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട്. അനിത, എക്സൈറ്റഡ്? യാത്രയുടെ ഇടയിലെ വിശേഷങ്ങളും അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളും ഒക്കെ കാണാം. പോകുന്ന വഴിക്ക് കലം കണ്ടു. 3 മതി. സഞ്ചി ബിഗ് ഷോപ്പർ വേണം. ഞങ്ങളിവിടെ കലം വിൽക്കാൻ വെച്ചിരിക്കുന്ന കണ്ടപ്പോൾ കലം വാങ്ങാൻ ഇറങ്ങിയതാണ്. എല്ലാ വർഷവും കളിമണ്ണിൻ്റെ കലം തന്നെയാണല്ലേ എപ്പോഴും ഇടുന്നത്. നോക്കട്ടെ, വെച്ച് അതിൻ്റെ മേളിലൊന്ന് വെച്ച് നോക്കൂ. അത് കുഴപ്പമില്ല, നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട്. അയ്യോ, അത് ഭയങ്കര വലുതാണ്. അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ വാങ്ങിക്കണം. സ്റ്റീലിൻ്റെ വാങ്ങാൻ അങ്ങോട്ട് പോയിട്ടുണ്ട്, അതല്ലേ നല്ലത്. ഓക്കെ, അപ്പം അടപ്പില്ല സ്റ്റീലിൻ്റെ. തവിയും എടുത്തു, ചിരട്ടത്തവി. എങ്ങനെയുണ്ട് ശ്രദ്ധ? നമ്മുടെ തക്കുടൂനെയും കൊണ്ട് വന്നിട്ട് കൊള്ളാമല്ലോ അല്ലേ? ഇത്രയും നേരം ഒരു പ്രശ്നം ഉണ്ടായില്ല. 6 മണിക്കൂറായി നമ്മൾ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇത്രയും നേരം കുറച്ച് നേരം അവൾ പാല് കുടിച്ചു, പിന്നെ കുറച്ച് നേരം ഉറങ്ങി, പിന്നെ കുറേ നേരം കയ്യിലിരുന്നു, കാർ സീറ്റിലിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കരച്ചിൽ തുടങ്ങി. എങ്ങനെയെങ്കിലും ഒക്കെ നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യാൻ നോക്കി. അവളുടെ കരച്ചിലിനേക്കാളും വലുതായിട്ട് നമ്മൾ പാട്ടൊക്കെ പാടി എല്ലാവരും കൂടെ ഒന്നിച്ച്. അപ്പോൾ അവൾ കരച്ചിൽ നിർത്തി. ഇപ്പോൾ കുറച്ചധികം വാശി പിടിച്ചപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. കാറ് നിർത്തിയിട്ട് ഒരു തണലത്ത് കാറ് പാർക്ക് ചെയ്ത് ശ്രേയ അവളെയും കൊണ്ട് പുറത്തിറങ്ങിയതേ നടക്കുകയാണ്. ഒരു കുഴപ്പമില്ല. ഇത്രയും നേരം ബഹളം വെച്ച ആളാണോ എന്ന് നിങ്ങൾ ചോദിക്കും. അത്ര ബഹളമായിരുന്നു ഇതിനകത്ത്. കുറച്ച് നേരത്തേക്ക് പുറത്തിറങ്ങി നടക്കുമ്പോൾ വല്ല പ്രശ്നമുണ്ടോ നോക്കൂ. അവൾക്കിങ്ങനെ കാഴ്ചയും കണ്ട് ഇങ്ങനെ നടക്കണം. കുറച്ച് നടന്നിട്ട് 5 മിനിറ്റ് നടന്നിട്ട് അകത്ത് കയറ്റാം അല്ലേ ശ്രദ്ധ? ഓക്കെ, എത്താറായി കേട്ടോ. ഇത് എത്ര മിനിറ്റാണ് കാണിക്കുന്നത്? 40 മിനിറ്റ് അല്ലേ? ശ്രേയ അവളെയും കൊണ്ട് നിൽക്കുക, കണ്ട. കരച്ചിലും ഇല്ല, ഒന്നുമില്ല, കാഴ്ചയും കണ്ടുകൊണ്ടിരിക്കുക ഇപ്പോൾ അവള്. ട്രിവാൻഡ്രം ഇങ്ങനെ എത്തി. ഇവിടെ തൊട്ടേ തുടങ്ങിയ അടുപ്പുകളൊക്കെ മണ്ണന്തല ആയിട്ടേ ഉള്ളൂ. ഇവിടുന്ന് അടുപ്പുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സൈഡിലൊക്കെ അടുപ്പുകളുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ റൂമിലെത്തി. ഇതാണ് റൂം. അപ്പുറത്ത് തക്കടു കിടക്കുന്നുണ്ട്. തക്കടു ഞങ്ങൾ വൈകുന്നേരം വെറുതെ ഒന്ന് ഔട്ടിങ്ങിന് ഇറങ്ങിയതാണ്. പൊങ്കാലയ്ക്കുള്ള കുറച്ചുകൂടി സാധനങ്ങൾ വാങ്ങാനുണ്ട്. നമ്മുടെ തക്കുടിനെയും കൊണ്ടാണ് പോകുന്നത്. ആലിൻ്റെ തൊട്ട് താഴെയാണ്. അപ്പോൾ അല്ലല്ല, ആലിൻ്റെ താഴെ തന്നെയാണ്. അപ്പോൾ നല്ല തണൽ കിട്ടുമല്ലോ. അവിടെ വെച്ചിരിക്കുന്നു. നമുക്ക് പോയിട്ട് വരാം. കുറേ സാധനങ്ങളൊക്കെ വാങ്ങാനല്ലേ. ശ്രേയ ഇവിടെ അത് വേണോ? നല്ല തിരക്കായിരിക്കും. വെയിലത്ത് നിൽക്കേണ്ടി വരും. ചൈത്ര നല്ല ഹോട്ടലാ. നമ്മള് നിന്ന ഓർമ്മയില്ലേ? ഇന്ത്യൻ കോഫി ആവശ്യം. ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല. ഇല്ലേ ശ്രേയ, ഇത് തമ്പാനൂർ ബസ് സ്റ്റാൻഡാണ്. ഇവിടെ ഒക്കെ റൈറ്റ് സൈഡിലൊക്കെ നോക്കിയ മോളെ ആൾക്കാർ ഇപ്പൊ തന്നെ വന്നിരിക്കുന്നത് കണ്ടോ? നോക്കൂ, ഭക്ഷണമൊക്കെ കഴിക്കുന്നത് നോക്കിയ മോളെ റൈറ്റിൽ. എന്താ തിരക്കല്ലേ? അതെ, ഇവിടെ ഒക്കെ നോക്കിയേ, ഫുള്ളായി ആൾക്കാര്. എല്ലാ സ്ഥലത്തും അടുത്തടുത്ത സ്റ്റേജ് ഉണ്ട്.
വാട്ടർ ബോട്ടിൽസ് ഉണ്ടോ? എവിടെ കിട്ടും? ഇത് വെച്ചോ, ഇത് വെച്ചോ. മോളെ ഒരു കവർ ഉണ്ട് ഇവിടെ, കവർ വെച്ചിട്ട് കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു. ഇവിടെ നല്ല ആൾക്കാര്. ഓ, ഞാൻ ഈ അഗ്രഹാരത്തിലാണ് താമസിച്ചത്. വിശാല അഗ്രഹാരം. ഈ സൈഡിൽ ഓ, ഇവിടെ നോക്കാം. നോക്കാം പുറകെ വണ്ടി വരുന്നുണ്ട്. അതിന്റെ പകുതി വന്നില്ല. നമ്മുടെ തക്കുടു എന്താ ചെയ്യുന്നേ? കാർ സീറ്റിലിരിക്കുക. ആണോ? കാഴ്ച കാണുന്നുണ്ടോ? സംസാരിക്കാണോ? അതെ, ശ്രേയയുടെ കൂടെ കളിക്കുക. ഇവിടെ ഇല്ല അല്ലേ? നോക്കടാ, ശ്രദ്ധ. പരിപാടിയൊക്കെ നടക്കണം. ഇവിടെ സ്റ്റേജ് ഒക്കെ ഉണ്ടല്ലേ? കുറേ സ്ഥലത്ത് ഇങ്ങനെ സ്റ്റേജും പ്രോഗ്രാംസും. പാട്ട് പരിപാടി. അവിടെയാണോ പേര് വരുന്നത്? നമ്മൾ പോയി അഗ്രഹാരം ഏതായിരുന്നു ശ്രേയ? അപ്പം എങ്ങനെയുണ്ടായിരുന്നു എനിക്ക് ഫുഡൊക്കെ? സൂപ്പർ, നല്ല ഡിന്നർ ആയിരുന്നില്ലേ ശ്രേയ? നമ്മൾ നാളെ രാവിലത്തേക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കാനായിട്ട് റൂമിൽ പോവുകയാണ്. കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പം നമുക്ക് കലമൊക്കെ കഴുകി വെക്കണം. പിന്നെന്താ, ബാക്കിയുള്ള സാധനങ്ങൾ റെഡിയാക്കി വെക്കാം. ഇനി നാളെ രാവിലെ ആയിരിക്കും ചിലപ്പോൾ അടുത്ത വീഡിയോ. ഓക്കെ, അപ്പോൾ നാളെ കിടന്നേ. ഞങ്ങൾ പൊങ്കാലയ്ക്ക് പോകാൻ റെഡിയായി. സാരിയൊക്കെ എടുത്ത് ഏകദേശം ഞങ്ങൾ രണ്ടുപേരും സെയിം സാരിയാണ്. പിന്നെ കലമൊക്കെ അവിടെ കൊണ്ട് വെച്ചു, അടുപ്പൊക്കെ റെഡിയാക്കി. ഇനി ബാക്കി സാധനങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകണം. നമ്മുടെ മന്ത്രക്കുട്ടിയും ശ്രദ്ധയും ശ്രേയും ഒക്കെ വരുന്നേ ഉള്ളൂ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് പോകാം അല്ലേ? ഇതാണ് തെരളിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് എന്താ? അരിപ്പൊടി അല്ലേ? അരിപ്പൊടി, ശർക്കര, പിന്നെ പഴം, ഏലക്ക. ഇത് ഈ ഇലയുടെ പേരെന്താ? തെരളിയല്ല. ഇത് തന്നെയാണോ ഉണക്കിയിട്ട് നമ്മൾ ബിരിയാണിയിലൊക്കെ ഇടുന്നത്? ഈ ഇല ബേ ലീഫ്. എവിടെന്നാ ചേച്ചി വരണേ? വെമ്പായം അല്ലേ? ഇവിടെ നിന്ന് ഒരു അറിയിപ്പ് തരുന്നതിന്റെ ഭാഗമായി നല്ല തണലുള്ള ഒരു സ്ഥലത്ത് പൊങ്കാല ഇടാൻ കിട്ടിയ ഭാഗ്യം അല്ലേ? ഇതാണ് മരം.
ഞങ്ങളുടെ പൊങ്കാല അടുത്തു. നമ്മുടെ മന്ത്ര ബേബിയും എത്തി പൊങ്കാലയ്ക്ക്. ശ്രദ്ധ. തീ വരാനായിട്ട് വെയിറ്റ് ചെയ്യണം എല്ലാവരും. കണ്ട കുടിച്ചു. ഞങ്ങൾ പൊങ്കാലയൊക്കെ ഇട്ട് പൊങ്കാല നിവേദിച്ച് റൂമിൽ വന്ന് കുറച്ച് നേരം കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് ഇപ്പം എഴുന്നേറ്റ് ഒന്നുകൂടെ ഒരു ഔട്ടിങ്ങിന് ഇറങ്ങുകയാണ്. കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വരാം. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വ്ളോഗ് എൻഡ് ചെയ്യാം അല്ലേ? ഓക്കേ. കാറിൽ ജസ്റ്റ് ഒന്ന് റൗണ്ട് എടുത്തു. ഈ സ്പോട്ടിലൊക്കെ പോയി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ പോയി. പിന്നെ പഴവങ്ങാടി ഗണപതി ടെമ്പിളിൻ്റെ അവിടെ ഒന്ന് പോയി. ഇറങ്ങിയില്ല, വാവയും കൂടെ ഉള്ളതുകൊണ്ട് എങ്ങും ഇറങ്ങിയില്ല. ജസ്റ്റ് കാറിൽ തന്നെ ഇരുന്ന് തൊഴുതിട്ട് ഒരു കറക്കമൊക്കെ കറങ്ങി ഭക്ഷണം കഴിക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ആസ് യൂഷ്വൽ നമ്മുടെ തക്കുടുമണി വാശി തുടങ്ങി. ശ്രേയ അവളെ എടുത്തുകൊണ്ട് നടക്കുകയാണ്. ശ്രദ്ധ ഇവിടെ ഇരുന്ന് മെനു നോക്കുന്നു. അനിത മെനു നോക്കി ഓർഡർ ചെയ്യാൻ പോകുന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. നല്ല വിശപ്പായിരുന്നുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനി തിരിച്ചു പോവുകയാണ്. നല്ല യാത്രയായിരുന്നു. നമ്മൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടന്നു. പൊങ്കാല ഇടുക എന്നുള്ളതായിരുന്നല്ലോ മെയിൻ. അത് നന്നായിട്ട് ചെയ്യാൻ പറ്റി. അത്രയ്ക്കൊന്നും ബുദ്ധിമുട്ടായില്ല അല്ലേ? വാവയും കൊണ്ട് വന്നിട്ടും അവൾ നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. നമ്മുടെ മന്ത്രക്കുട്ടി ദേ പുറകെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. എന്നിട്ട് നാളെ രാവിലെ തിരിച്ച് എറണാകുളത്തേക്ക് പോവും. അപ്പോൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം അല്ലേ വ്ളോഗ്? അപ്പം വ്ളോഗ് എൻഡ് ചെയ്യാണ്. ഇനി അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ.